ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന നെമ്മിനി നമ്പൂതിരി തന്റെ 12 വയസ്സുള്ള മകനോട് ഭഗവാന് നിവേദ്യം അർപ്പിക്കാൻ നിർദ്ദേശിച്ചു. ആ ദിവസങ്ങളിൽ ഒരു പൂജാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെമ്മിനി നമ്പൂതിരിക്ക് ഒരു അടിയന്തര വിവാഹ നിശ്ചയം ഉണ്ടായതിനാൽ അതിനുവേണ്ടി പുറപ്പെടേണ്ടി വന്നു. മകൻ ഉണ്ണി വേവിച്ച അരി കൊണ്ടുള്ള നിവേദ്യം ഭഗവാന് സമർപ്പിച്ചു. ലാളിത്യത്തിൽ വിഗ്രഹം ഭക്ഷണം കഴിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷെ വിഗ്രഹം അനങ്ങിയില്ല. ഉണ്ണി അയൽപക്കത്തെ ഒരു കച്ചവടക്കാരിൽ നിന്നും ഉപ്പിലിട്ട മാങ്ങയും തൈരും വാങ്ങി. ഭഗവാന് ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതി തൈര് അരിയിൽ കലർത്തി വീണ്ടും സമർപ്പിച്ചു. വിഗ്രഹം വീണ്ടും അനങ്ങാതെ നിന്നു. ഉണ്ണി സങ്കടത്തോടെ ഭഗവാനോട് നിവേദ്യം കഴിക്കണമെന്ന് അപേക്ഷിച്ചു. താൻ പരാജയപ്പെട്ടുവെന്ന് വിശ്വസിച്ച് അവൻ കരഞ്ഞു. തന്റെ പിതാവ് തന്നെ അടിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉണ്ണി ഭഗവാനെ വിളിച്ചു നിലവിളിച്ചു. ഭഗവാൻ ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. നിവേദ്യം അപ്രത്യക്ഷമായി. ആ കുട്ടി സംതൃപ്തനായി ക്ഷേത്രം വിട്ടു. ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തിയ വാര്യർക്ക് ഒഴിഞ്ഞ തളിക കണ്ട് ഉണ്ണിയോട് കോപം തോന്നി. പക്ഷെ ദൈവം യഥാർത്ഥത്തിൽ വഴിപാട് കഴിച്ചുവെന്ന് ഉണ്ണി തറപ്പിച്ചു പറഞ്ഞു. ഉണ്ണിയുടെ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് വാര്യർക്ക് ദേഷ്യം വന്നു. കാരണം ആ കുട്ടി തന്നെ നിവേദ്യം കഴിച്ചിട്ടുണ്ടാകുമെന്ന് കള്ളം പറയുന്നതാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. അവന്റെ അച്ഛൻ ഉണ്ണിയെ അടിക്കാൻ പോകാനൊരുങ്ങി. അപ്പോഴേക്കും ക്ഷേത്രാങ്കണത്തിൽ നിന്ന് അശരീരി ഉയർന്നു. "ഞാനാണ് കുറ്റക്കാരൻ, ഉണ്ണി നിരപരാധിയാണ്" എന്ന് ഭഗവാൻ വിളിച്ചു പറയുന്നത് കേട്ടു.